ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി നമ്മളൊരു ലെങ്തി അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പം ഞാൻ ഓർത്തു ഒരു വീഡിയോ ഒന്നുമില്ല. വീഡിയോ വരുന്നതല്ല, ഇപ്പം നമ്മൾ ഈ ഗേൾസ് പൊതുവെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് പാഡ്, അല്ലെ വിസ്പർ അല്ലെങ്കിൽ സ്റ്റേഫ്രി ആയിരിക്കും അവർ നോർമലി യൂസ് ചെയ്യും. പക്ഷേ അത് ആരോഗ്യത്തിന് എന്തുമാത്രം പ്രോബ്ലമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കോസ്റ്റ് നല്ല രീതിയിലാവും. ഒരു പാക്കറ്റ് പാഡിൽ ഒരു 8 പാഡ്സ് ഉണ്ടാവും, 7 or 8 പാഡ്സ് ഉണ്ടാവും. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 42 ആയിരിക്കും. ഒരു മിനിമം 42 ആണ് അതിൻ്റെ റേറ്റ്. അപ്പം 8 പാഡ്സ് ഒന്നും ഒരു മാസം പോരാ. 7 ഡേയ്സിൻ്റെ ബ്ലീഡിങ്, നന്നായിട്ട് ബ്ലീഡിങ് ഉള്ളവരുണ്ട്. ഇനി ബ്ലീഡിങ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 7 അല്ലെങ്കിൽ കുറഞ്ഞൊരു 5 ദിവസമെങ്കിലും ആ ബ്ലീഡിങ് ഡോട്ട് ആയിട്ടാണെങ്കിൽ പോലും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം കുറച്ച് ബ്ലഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെയിം പാഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മളൊരു 6 അല്ലെങ്കിൽ ഒരു 7 hours, മാക്സിമം 8 hours നമ്മൾ എന്തായാലും പാഡ് ചേഞ്ച് ചെയ്തിരിക്കണം, അല്ലേ? ഇനി അത് അന്നത്തെ ദിവസം ചിലപ്പം മൂന്നാമത്തെ ദിവസമൊക്കെ, ഫസ്റ്റ് ദിവസം നല്ല ബ്ലീഡിങ് ആയിരിക്കും, സെക്കൻഡ് ദിവസവും നല്ല ബ്ലീഡിങ് ആയിരിക്കും, മൂന്നാമത്തെ ദിവസമൊക്കെ വരുമ്പോൾ ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞു വന്ന് ഇല്ല. അപ്പം പക്ഷേ 4ാമത്തെ ഡേ വരുമ്പം വീണ്ടും ബ്ലീഡിങ് വരും. അപ്പം 3ാമത്തെ ദിവസം വെച്ചാൽ നമ്മുടെ പാഡിൽ ബ്ലഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേയും സെയിം പാഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ആരോഗ്യത്തിന് പ്രശ്നം വരും. അപ്പം ഈ പാഡിന് തന്നെ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അല്ലേ? അപ്പം പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവാണ് മെൻസ്ട്രൽ കപ്പ്. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേര് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറില്ല. അത് യൂസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടായിരിക്കാം, പേടി കൊണ്ടാവാം, അത് ഉള്ളിലേക്ക് കയറി പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാവാം. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യമൊന്നും അറിയില്ല എന്നതുകൊണ്ടാവാം. അപ്പം ഓൾറെഡി നമ്മളിപ്പോൾ യൂട്യൂബിൽ മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ടാവാം, അല്ലേ? അതൊക്കെ കണ്ടിട്ടാണെങ്കിലും നമുക്കൊരു ടെൻഷൻ കാണണം. ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, എങ്ങനെ നമ്മൾ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അത് ഊരിയെടുക്കുക, അങ്ങനെ കുറേ ഇപ്പോഴും ഉപയോഗിക്കാത്തവരുണ്ട്. നമ്മൾ ഗേൾസിനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പാണ്. കാരണം ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാൻ നമുക്ക് 10 years വരെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 400-500 വരെ വരുന്നുള്ളൂ. ആ റേറ്റിനുള്ളിൽ നമുക്ക് 10 വർഷത്തേക്ക് ആ ഒരു മെൻസ്ട്രൽ കപ്പിന് യൂസ് ചെയ്യും. ആ സ്ഥാനത്ത് പാഡാണെങ്കിലോ 42, 2 പാക്കറ്റ് പാഡെങ്കിലും ഒരു മാസം വേണ്ടി വരും. അപ്പോൾ 42 + 42 എത്രയാണ്? 84. അപ്പം ഒരു മാസം 84. അത് ബ്ലീഡിങ് അനുസരിച്ചാണ് കേട്ടോ. മിനിമം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പാക്കറ്റ് പാഡെങ്കിലും മിനിമം വേണം ഒരു മാസം. അപ്പം 84 ആയി. അപ്പോൾ 84 × 12, 1 year തന്നെ ആ ഒരു എമൗണ്ട് ആയി. അത് × 10 ഇത്രയായി. അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമാണ്. അത് മാത്രമല്ല, നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യും? നമ്മളത് എവിടെയും കുഴിച്ചിടാൻ പറ്റുന്ന സാധനമല്ല, ബ്ലഡാണ്. വെറുതെ പബ്ലിക്കായിട്ട് കൊണ്ടിടാൻ പറ്റില്ല. വല്ല പട്ടിയും പൂച്ചയൊക്കെ വന്നാൽ കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല. അപ്പം പിന്നെയുള്ള ഓപ്ഷൻ നമുക്ക് കത്തിച്ച് കളയാൻ എന്നതേ ഉള്ളൂ. അപ്പം അത് എയർ പൊല്യൂഷൻ ഒരു റീസൺ ആണ്. ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാനുള്ള വേസ് ഉണ്ടെങ്കിലും നമുക്കതത്ര ഇപ്പം ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്ക് എപ്പോഴും കത്തിച്ച് കളയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. നമുക്ക് വേസ്റ്റ് വെറുതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവരെങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യും നമുക്കറിയില്ല. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഗേൾസിന് പറഞ്ഞാൽ അത് ക്ലിയർ ആണ്, അധികം വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ഗേൾസിന് പൊതുവെ ആ ഒരു കാര്യം കേൾക്കുമ്പോഴേ ഇത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എപ്പോഴും ഒരു നമ്മുടെ ഒരു സേഫ്റ്റിക്കും കോസ്റ്റ് അതിൻ്റെ റേറ്റ് ലെസ്സാണ്. 10 years നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മെൻസ്ട്രൽ കപ്പ് ഇപ്പം ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ടൈമിലും എനിക്കിതുപോലെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യും. പക്ഷേ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് നിർബന്ധിതയായി. ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഞാൻ വാങ്ങില്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇപ്പം എനിക്ക് ആ പാഡിന് കൊടുക്കേണ്ട റേറ്റ്, അത്രയും പൈസ എനിക്കിവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ഹോസ്റ്റലിൽ നിന്നിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കത്തിച്ച് കളയാനുള്ള സൗകര്യം ഇല്ല. വെറുതെ നമുക്ക് പാഡ് അവിടെ കൊണ്ടിടാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പം ഫോഴ്സ്ഫുള്ളി എനിക്ക് മെൻസ്ട്രൽ കപ്പ് വാങ്ങേണ്ടി വന്നു. ഇപ്പം ഞാൻ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 7 or 8 months ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോഴും അതിൽ കംഫർട്ടാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡ് നമ്മൾ ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതായിരിക്കും കംഫർട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഇടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്താണ് ഇത്, കയറിപ്പോവോ, ഊരിപ്പോരോ, തിരിച്ചെങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അത് കുഴപ്പമില്ല. ഒരു 2-3 തവണ നിങ്ങൾ ഡെയിലി ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഒരു കംഫർട്ട് ഫീൽ ആവും. പിന്നെ നമ്മൾ പാഡിൻ്റെ ആ ഒരു വശത്തേക്ക് പോകില്ല. അത്രയ്ക്ക് സേഫ്റ്റിയാണ്, അത്ര കംഫർട്ടാണ് മെൻസ്ട്രൽ കപ്പ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ട്രൂ കപ്പിൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. ഞാനിത് കോംബോ ആയിട്ടാണ് വാങ്ങിയത്. ട്രൂ കപ്പിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പ്. സെൽഫി വീഡിയോ ആയതുകൊണ്ട് ഉൾട്ടയായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പം ട്രൂ കപ്പിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പ്, അതിൻ്റെ കൂടെ
സ്റ്റെറിലൈസറും വാങ്ങിയിട്ടുണ്ട്. കോംബോ ആയിട്ടാണ് മെൻസ്ട്രൽ കപ്പ്, പിന്നെ ഒരു സ്റ്റെറിലൈസർ, മെൻസ്ട്രൽ കപ്പിൻ്റെ സ്റ്റെറിലൈസർ, പിന്നെ കപ്പ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ലിക്വിഡ്. ഈ മൂന്നെണ്ണം കൂടെ ഈ മൂന്നിനും കൂടെ എനിക്ക് അറൗണ്ട് 399 ആണെന്നാണ് എൻ്റെ ഓർമ്മ, അത്രേ ആയിട്ടുള്ളൂ. അപ്പം കപ്പ് ഫസ്റ്റ് കാണിച്ചു തരാം. കപ്പ് നമുക്കിങ്ങനെ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. ട്രൂ കപ്പിൻ്റെ ഉണ്ട്, ഒരു 3-4 കമ്പനി ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇപ്പം. ഓക്കെ, ട്രൂ കപ്പിൻ്റെ മെൻസ്ട്രൽ കപ്പ് നമുക്കിങ്ങനെ ഒരു പാക്കറ്റിലാണ്. നമ്മൾ എപ്പോഴും ട്രൂ കപ്പിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ട്രൂ കപ്പിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് കമ്പനിയുടെ മെൻസ്ട്രൽ കപ്പാണെങ്കിലും ആ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിയാൽ അവിടെ നമ്മുടെ സൈറ്റിൻ്റെ പ്രൈസിനേക്കാളും 100-200 കൂടുതലാണ് നമുക്ക് കിട്ടാറ്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്തൊരു പൗച്ചുണ്ട്. പൗച്ചിൻ്റെ അകത്താണ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഉള്ളത്. ഓക്കെ, നമുക്ക് 3 സൈസ് ഉണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. ഇത് സ്മോൾ സൈസാണ്, മീഡിയം സൈസാണ്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നവർ മീഡിയം അല്ലെങ്കിൽ സ്മോൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എസ്പെഷ്യലി ഞാൻ പറയും ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ഏജ് ഉണ്ട്, ഏജ് മീൻസ് അങ്ങനെയല്ല, ഒരു 20 എബവ് ഉണ്ട്, നിങ്ങൾ 20 എബവ് ആണ്, പക്ഷെ നിങ്ങളുടെ ഹൈറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക സ്മോൾ ആയിരിക്കും. ഓക്കെ, ഒരു സ്റ്റോറി നടന്നിട്ടുണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഹൈറ്റ് കുറവാണുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്മോൾ വാങ്ങുന്നതാണ് നല്ലത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, ആ ചേച്ചി മീഡിയം, നോർമലി എല്ലാവരും മീഡിയമാണ് സ്റ്റാർട്ട് ചെയ്യുക, മീഡിയം വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ ചേച്ചി മീഡിയം വാങ്ങി ഇൻസേർട്ട് ചെയ്തപ്പം അധികം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ തിരിച്ച് ഊരിയെടുക്കാൻ നോക്കിയപ്പം ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറേ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് പുള്ളി ചെയ്യുന്ന ടൈമിൽ അത് സ്റ്റക്കായിപ്പോയി. ഇത് വാക്യൂം പ്രഷറാണ്, അപ്പോൾ അവിടെ സ്റ്റക്കായിപ്പോയി. വലുതും കൂടെ ആയതുകൊണ്ട് വലിച്ചിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞ് കുറേ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്ന ടൈമിൽ ആ വജൈനയുടെ ഒരു കുറച്ച് ഭാഗം നഖം കൊണ്ട് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ പോയി, സ്കിന്നൊക്കെ പോയി ഒന്ന് മുറിഞ്ഞായിരുന്നു. പിന്നെ ലാസ്റ്റ് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് കപ്പ് ഊരിയെടുത്തത്. അപ്പം സൈസ് വലുതായിരുന്നത് കൊണ്ടാണ് അത് പോരാഞ്ഞത്. കയറിയപ്പം ഓക്കെ കയറി, പക്ഷേ ഊരി പോരാഞ്ഞത് സൈസ് വലുതായി പോയതുകൊണ്ടാണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറുത് സ്മോൾ സൈസ് വാങ്ങി ട്രൈ ചെയ്യാം. അതല്ല നിങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ മീഡിയം വാങ്ങാം. അതല്ല നിങ്ങളുടെ ഹൈറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്മോൾ സൈസ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും, സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റെറിലൈസർ ഉണ്ട്. ഈ സ്റ്റെറിലൈസർ നമ്മൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക? നമുക്ക് പീരിയഡ്സ് ആയി ഉടനെ നമ്മൾ കപ്പ് എടുത്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ സ്റ്റെറൈൽ ചെയ്യണം. ഒന്നെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം, വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്ത് ഈ മെൻസ്ട്രൽ കപ്പിട്ട് ആ വെള്ളത്തോടു കൂടെ ഒരു പാത്രം എടുത്തു, വെള്ളം ഒഴിച്ചു, മെൻസ്ട്രൽ കപ്പ് അതിൻ്റെ അകത്തിട്ട് ബോയിൽ ചെയ്തു. അത് ഒരു മെത്തേഡ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പലർക്കും ആ വെസൽ നമ്മുടെ കുക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നതായിരിക്കും, അത് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് പിന്നെ ഹോസ്റ്റലേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സ്റ്റെറിലൈസർ. ഇത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോമാറ്റിലാണ്. ഇങ്ങനെയാണ് സ്റ്റെറിലൈസർ കിട്ടുന്നത്. ഇത് സ്റ്റെറിലൈസറിൻ്റെ ക്യാപ്പ്. ഓക്കെ, ഇത് ക്യാപ്പ്, ഇതാണ് സ്റ്റെറിലൈസർ. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാം, ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു സാധനം. നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈമിൽ ഇതൊന്ന് പുള്ളി ചെയ്താൽ മതി. സോ ഇതാണ് സ്റ്റെറിലൈസർ. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, വെള്ളം ബോയിൽ ചെയ്തിട്ട് കഴിഞ്ഞ് ആ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഇത് റബ്ബറാണ്, ഉരുക്കി ഒന്നും പോവില്ല, ഒരു പ്രശ്നവുമില്ല. തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടേ, ഇതിങ്ങനെ തുറന്നിട്ട് മെൻസ്ട്രൽ കപ്പ് ഇതിനകത്ത് ഇടാം. ഓക്കെ, മെൻസ്ട്രൽ കപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു 3/4 വെള്ളം ഒഴിച്ച് നിറയ്ക്കുക. ഞാൻ നോർമലി ഈ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് മുങ്ങുന്ന രീതിയിൽ ഉള്ള അത്രയും വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചൊരു മിനിമം 10 മിനിറ്റ് വെച്ച് കവർ ചെയ്ത് മാറ്റി വയ്ക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോ 20 മിനിറ്റോ എത്ര വേണം എടുക്കും. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതെടുക്കുക, വെള്ളം ഒഴിച്ച് കളയുക, കപ്പ് എടുക്കുക, ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റെറിലൈസറിൻ്റെ യൂസ്. ഇതാകുമ്പോൾ എക്കോ ഫ്രണ്ട്ലിയാണ്, നമുക്ക് എവിടെ വെള്ളം ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാം. നമ്മുടെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഫോൾഡ് ചെയ്തു,
ക്യാപ്പ് ചെയ്തു, നമ്മൾ എടുത്ത് വെച്ചു. ഓക്കെ, ഇതാണ് സ്റ്റെറിലൈസറിൻ്റെ യൂസ്. അപ്പം ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് വെള്ളം ബോയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വെള്ളം ബോയിൽ ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. അതെല്ലാം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് തരാവുന്ന വെസ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചോദിച്ചാൽ അവർ വെള്ളം തിളപ്പിച്ച് തരും അല്ലേ. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ചത് ഇതിനകത്ത് ഒഴിച്ച് കപ്പ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം അതാണ് സ്റ്റെറിലൈസറിൻ്റെ യൂസ്. എല്ലാവർക്കും നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് സി ഫോൾഡിങ്, ഫുൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഇത് ഒരു മെത്തേഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇവിടുത്തെ സൈസ് ചെറുതാവും. ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ സി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ സി ആയി, ഒന്നെങ്കിൽ ഈ ഫോൾഡ് യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് വിട്ടാൽ മതി. ഇൻസേർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രസ് ചെയ്ത് താഴോട്ട് വലിക്കുക. അപ്പം ഇവിടുത്തെ ഫോൾഡിങ് ചെറുതായി, അത് പിന്നെയും ഇൻസേർട്ട് ചെയ്ത് മുകളിലെത്തി കഴിഞ്ഞ് വിടുക. ഇതാണ് ചെയ്യുന്നത്. ഇനി ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വജൈനയാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് വജൈന എപ്പോഴും നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് ഒരിക്കലും കയറില്ല, പെയിനും ഉണ്ടാകും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, വജൈന എപ്പോഴും ലൂസാക്കി വിടുക. ഒന്ന് നമുക്ക് ശ്വാസം എടുത്ത് വിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. വജൈന എപ്പോഴും ലൂസാക്കി വെക്കുക. നമ്മൾ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസേർട്ട് ആവില്ല. ആൻഡ് പൊസിഷൻ നോർമലി എല്ലാവരും പറയുന്നൊരു പൊസിഷൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാല് പൊക്കി വെച്ച് ഇൻസേർട്ട് ചെയ്യാനാണ് പറയുക. ഒന്നെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ക്ലോസറ്റിൽ എങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് ഇൻസേർട്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായിരിക്കും ഈ 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ആ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസിൽ ഇരിക്കുന്ന രീതിയിൽ ഇരുന്ന് ഇൻസേർട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വജൈന എപ്പോഴും ലൂസാക്കി വെക്കുക. ഓൾറെഡി നമ്മുടെ പീരിയഡ്സിൻ്റെ ടൈമിൽ വജൈന കുറച്ച് ലൂസായിരിക്കും. പിന്നെ ബ്ലഡ് വരുന്നത് കൊണ്ട് ആ ഒരു ലൂബ്രിക്കേഷൻ, അത് ലൂബ്രിക്കൻ്റ് അല്ല എങ്കിലും ആ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാകും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വജൈന ലൂസാക്കി വയ്ക്കുക. വജൈന ലൂസാക്കി വയ്ക്കുക. ഇനി ഇൻസേർട്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോൾഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ഫോൾഡ് ചെയ്ത് ഇതാണ് വജൈനയുടെ താഴ്ഭാഗം. ഓക്കെ, ഇത് യുരിത്ത്, വജൈന, ബാക്കിൽ ഏനസ്. പൊസിഷൻ മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന്, ഓക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ, ഇത് വജൈന ആണെങ്കിൽ ഇവിടെയാണ് വജൈന, ഇവിടെ ഏനസ്. പൊസിഷൻ മനസ്സിലായല്ലോ? അപ്പം ഈ വജൈനയുടെ ഇവിടുന്ന് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത്. ഈ താഴെ തൊട്ടുകൊണ്ട് ആ ലാസ്റ്റ് വജൈനയുടെ ലാസ്റ്റ് ഭാഗമില്ലേ, അവിടെ പ്രസ് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത്. ഇങ്ങനെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്താൽ അത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടുന്ന് ഇങ്ങനെ അല്ല ഇൻസേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ വേണം ഇൻസേർട്ട് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യരുത്. ഈ ഒരു പോർഷൻ ഇവിടുന്ന് ഇങ്ങനെ വേണം ഇൻസേർട്ട് ചെയ്യാൻ. ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്യരുത്. ചെയ്താൽ പൊസിഷൻ റോങ് ആയി പോകും. നമ്മുടെ മെൻസ്ട്രൽ കപ്പ് തിരിച്ചൂരി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫോൾഡ് ചെയ്യുന്നു, ഓപ്പണിങ്, ആ താഴ്ഭാഗം ടച്ച് ചെയ്ത് ഇൻസേർട്ട് ചെയ്യരുത്. അല്ലാണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, ലൂസാക്കി വെക്കണം. ടൈറ്റ് ചെയ്താൽ ഇത് കയറില്ല. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു പ്രഷർ ഉണ്ട്, അത് നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഓപ്പണാണ്. ഇനി അതവിടെ ഇരുന്നോളും. ഈ സ്റ്റെം, മെൻസ്ട്രൽ കപ്പിൻ്റെ സ്റ്റെം, ഇത് ഉള്ളിടത്തോളം കാലം ഇത് ഒരിക്കലും താഴേക്ക് ഊരിപ്പോരില്ല. മീൻസ് അത് ഉള്ളിടത്തോളം കാലം അത് അകത്തോട്ട് കയറിപ്പോരില്ല. എത്ര അകത്ത് കയറിയാലും നിങ്ങൾക്ക് ഈ സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്തു, ഇനി തിരിച്ച് ഊരിയെടുക്കണ്ടേ? എങ്ങനെ ഊരിയെടുക്കും? ഊരിയെടുക്കാൻ ഈ സ്റ്റെം പോർഷൻ കുറച്ച് ഉള്ളിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 2 പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ചെയ്യുമ്പോൾ ഈ സ്റ്റെം കുറച്ചും കൂടെ താഴേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ച് എടുക്കരുത്. നിങ്ങൾ സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചാണ് ഊരിയെടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു വാക്യൂം പ്രഷർ ഉണ്ട് അല്ലേ? ഈ സാധനം എന്ന് പറയുന്നത് ഇവിടെ നമ്മളിങ്ങനെ വജൈനയിൽ ഹോൾഡ് ആയി കഴിഞ്ഞാൽ, വജൈനയിൽ വാളിലത് പ്രസ്സായാൽ അവിടെ ഒരു വാക്യൂം പ്രഷർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വലിച്ചുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചാൽ ഈ വജൈനൽ വാളിന് അത് എഫക്റ്റ് ചെയ്യും.
അവിടെ എന്തെങ്കിലും സ്ക്രാച്ചസ്, സ്കിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രസ് ചെയ്യരുത്. നിങ്ങളുടെ 2 ഫിംഗർ അല്ലെങ്കിൽ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണത്തില്ലേ? ഓക്കെ, ഇവിടെ ഒരു 3 റൗണ്ട്സ് കണ്ടോ? ഒരു റൗണ്ട് 3 ടൈപ്പ്. അവിടെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും പിടിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ആയിരിക്കുന്നിടത്ത് ഈ സ്റ്റെമ്മിൽ പിടിച്ച് വലിക്കരുത്. നിങ്ങളുടെ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യുക. ആ ഒരു ഗ്രിപ്പ് കിട്ടി. ഈ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തമ്പും ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. മറ്റേ അപ്പുറത്തെ സൈഡിലും ഗ്രിപ്പ് കിട്ടി. അവിടെ ആ ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് വലിക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇത് കണ്ടോ, ഇതിങ്ങനെ ആയി പോവും. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് എങ്ങനെയാണോ അങ്ങനെ ഊരി ഇങ്ങ് പോരും. മനസ്സിലായോ? ഇങ്ങനെ വേണം ഊരിയെടുക്കാൻ. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റെമ്മിൽ പിടിച്ച് നിങ്ങൾ ഒരിക്കലും താഴേക്ക് വലിക്കരുത്. എന്ത് ചെയ്യണം? 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്യാം. ആ ഗ്രിപ്പുള്ള പോർഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം ഗ്രിപ്പ് മനസ്സിലായല്ലോ. തമ്പും അതുപോലെ ഇൻസേർട്ട് ചെയ്യാം. ആ ഗ്രിപ്പുള്ള പോർഷനിലായി. അപ്പം അവിടുന്ന് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം ആ വാക്യൂം ഇങ്ങനെ റൗണ്ട് ആയിട്ടായിരുന്നു. വാക്യൂം പ്രഷർ ഉണ്ട്. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ ആ പ്രഷർ റെഡ്യൂസ് ആവും. എന്നിട്ട് വേണം നമ്മളിവിടുന്ന് പ്രസ് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഊരിയെടുത്ത് കഴിയുമ്പം നമുക്ക് കപ്പ് ബ്ലഡ് കളയുക, വാഷ് ചെയ്യുക. വാഷിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കപ്പിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇവിടെ 1 2 3 4 ഹോൾസ് ഉണ്ട്. നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ചെറിയ ഹോളായിട്ടുള്ളത് വാഷ് ചെയ്യുമ്പം ചിലപ്പം ബ്ലഡൊക്കെ അല്ലെങ്കിൽ ആ ബ്ലീഡിങ്ങിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ആ ഹോളിൽ സ്റ്റക്കായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹോളിൽ ഒന്നുമില്ല, ബ്ലഡിൻ്റെ പാർട്ടിക്കിൾസും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്ക് കപ്പ് വാഷ് വെച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. ഒരു 6 or 7 hours കഴിഞ്ഞ്, അല്ലെ ഒത്തിരി ബ്ലീഡിങ് ഉള്ളവരാണെങ്കിൽ പക്ഷേ ഇത് നിങ്ങൾ കാണുമ്പം ഇതിൻ്റെ സൈസ് ചെറുതാന്നൊക്കെ തോന്നും. പക്ഷേ എത്ര ബ്ലീഡിങ് ഉള്ളവരാണെങ്കിലും ഇത് നിറയില്ല. ഓക്കെ, ഇത് ഒരിക്കലും നിറയില്ല. ബ്ലീഡിങ് ഇപ്പം ഇതിൽ നിറഞ്ഞ് ഒഴുകി പോരുമോ എന്നുള്ള ഡൗട്ടും പേടിയൊന്നും വേണ്ട. ഇതിൽ കവിഞ്ഞ് ഒഴുകില്ല. ഓക്കെ, അപ്പം ഇൻസേർട്ട് ചെയ്ത് എടുത്തു, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാക്സിമം 8 hours കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വീണ്ടും എടുക്കുക, ബ്ലഡ് കളയുക, വാഷ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇൻസേർട്ട് ചെയ്തു. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബോയിൽ ചെയ്യണം. നമ്മുടെ യൂസേജ് കഴിഞ്ഞും നമ്മൾ ഇതേ പ്രോസസ്സ് വഴി ബോയിൽ ചെയ്തെടുക്കണം. ഒന്നുകിൽ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇതാ പാത്രത്തിലിട്ട് വെള്ളം ബോയിൽ ചെയ്യിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ച് ആ തിളച്ച് വെച്ച വെള്ളം നമ്മുടെ സ്റ്റെറിലൈസറിൽ ഒഴിച്ച് കപ്പം വെച്ച് ഒരു 10-15 മിനിറ്റ് അവിടെ വെച്ച് സ്റ്റെറൈൽ ചെയ്യിപ്പിക്കാം. എന്നിട്ട് തിരിച്ച് നമ്മുടെ പൗച്ചിൽ വെച്ച് നമ്മുടെ കപ്പെടുത്ത് സേഫായിട്ട് വെക്കുക. ഓക്കെ, ഇതാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് വെച്ച് നമുക്ക് പിന്നെ ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് വെക്കുമ്പം ഈ സ്റ്റെം അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഇത് പോരുമോ, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അയ്യോ പോയോ. ഞാൻ ഫസ്റ്റ് വെച്ച ടൈമിൽ ഓരോ മണിക്കൂറും പോയി ചെക്ക് ചെയ്യുമായിരുന്നു, ഇത് കയറിപ്പോയോ, എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. അത് മെൻസ്ട്രൽ കപ്പൊക്കെ വെച്ച് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ വേറെ ആരെയും കൊണ്ട് നോക്കാൻ പോലും പറ്റില്ല. അവർക്കൊന്ന് നോക്കി എടുത്തു തരാൻ പോലും പറ്റില്ല, അല്ലേ? അപ്പം ഓരോ മണിക്കൂറും കയറിപ്പോയോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. ഇരിക്കുമ്പം പേടി. ഈ സാധനം ഈ സ്റ്റെമ്മ് നമ്മുടെ ജനൈറ്റൽ ഏരിയയിൽ ടച്ച് ആകുമ്പം ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം ഇരിക്കുമ്പം കൊള്ളുന്നു, അപ്പം പെട്ടെന്ന് ചാടി എഴുന്നേക്കും, അയ്യോ കയറിപ്പോയോ, നടക്കുമ്പം അവിടെ ഇവിടെയും ടച്ച് ചെയ്യുന്നു, അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഫസ്റ്റ് ദിവസം ഫുള്ള് ഓരോ മണിക്കൂർ ഇടപെട്ട് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് കയറിപ്പോയോ എന്നാണ്. പിന്നെ ഒരു 2 days കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിൽ ഞാൻ നല്ല കംഫർട്ടായി. പിന്നെ ഒരു ടൈമിൽ എനിക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഊരിപ്പോരുക മീൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പൊസിഷൻ റോങ് ആണെങ്കിൽ നമ്മുടെ ആ ഗ്രിപ്പുള്ള പോർഷനില്ലേ, ആ ഗ്രിപ്പുള്ള പോർഷൻ നോർമലി നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്റ്റെമ്മ് മാത്രമേ പുറത്ത് കാണുള്ളൂ. പക്ഷെ നമ്മുടെ പൊസിഷൻ റോങ് ആണെങ്കിൽ ആ ഗ്രിപ്പുള്ള പോർഷനും പുറത്തായിരിക്കും. ഗ്രിപ്പുള്ള പോർഷൻ പുറത്താണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് ഊരിപ്പോരും. ഇനി അതിൻ്റെ കൂടെ പൊസിഷൻ റോങ് ആണ്, നിങ്ങൾ അതിൻ്റെ കൂടെ വാഷ്റൂം മീൻസ് നമ്പർ 2 പോവുകയാണെങ്കിൽ ആ പ്രഷർ കാരണം ഈ കപ്പ് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. പൊസിഷൻ റോങ് ആണ് എങ്കിൽ, നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത മെത്തേഡ് അല്ല രീതി വേറെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏനസ് ബാക്കിലാണ്, ഇതാണ് വജൈന, നമ്മുടെ പൊസിഷൻ റോങ് ആണ്, നമ്മുടെ ഗ്രിപ്പുള്ള ഭാഗം പുറത്താണ്. ഇങ്ങനെയാണ് പൊസിഷൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് നമ്പർ 2 പിന്നെ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ സ്റ്റൂള് വരുന്ന ആ ഒരു പ്രഷർ കാരണം ഈ കപ്പും ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഊരിപ്പോരും. ക്ലിയർ ആയോ?
അപ്പം അങ്ങനെ പ്രശ്നങ്ങളുള്ള നമ്മുടെ പൊസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ എനിക്ക് 2-3 തവണ ഇത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പം ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഡോക്ടറോട് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു, ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് പൊസിഷൻ റോങ് ആയിട്ടാണ്, നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന രീതി റോങ് ആയിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ റോങ് ആകുന്നത് എന്ന്. അപ്പോൾ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് വജൈനയുടെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത്, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ പൊസിഷൻ റോങ് ആയിരിക്കും, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്താൽ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ആ സെയിം കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം അത് ഇതുവരെ ഇത് യൂസ് ചെയ്യാത്തവരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത്, എങ്ങനത്തെ ചെയ്യുന്നത്, ഭയങ്കര ടെൻഷനാണ് ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് അവിടെയൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് അതൊന്നും ശീലമില്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പേടിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനായിട്ടും പേടിയുണ്ടാവും. എനിക്കും പേടിയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം ഞാൻ ഫോഴ്സ്ഫുള്ളി ഇത് മേടിക്കേണ്ടി വന്നു. ഇതില്ലാണ്ട് പറ്റില്ല എന്നൊരവസ്ഥ വന്നതുകൊണ്ട് ഞാൻ മേടിച്ച് ട്രൈ ചെയ്തു. ഇപ്പോൾ ഞാനതിൽ കംഫർട്ടാണ്, ഞാനിപ്പോൾ പാഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പാഡ് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവും. നമ്മൾ പുറത്തൊക്കെയാണ് പെട്ടെന്ന് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വെള്ളം തിളപ്പിച്ച് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ആ ടൈമിൽ നമ്മൾ പാഡ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കപ്പ് സ്റ്റെറൈൽ ചെയ്ത് യൂസ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഓൾ അബൌട്ട് മെൻസ്ട്രൽ കപ്പ്. ഓക്കെ, അപ്പം നമ്മൾ കോംബോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ്, സ്റ്റെറിലൈസ്, ഒരു കപ്പ് വാഷും കിട്ടും. നിങ്ങൾ കപ്പ് വാഷ് ഒന്നും നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, സോപ്പ് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെറൈൽ ചെയ്താൽ മതി. സ്റ്റെറൈൽ ചെയ്തതിന് ശേഷം സോപ്പ് വെച്ച് വാഷ് ചെയ്ത് സ്റ്റെറൈൽ ചെയ്തതിന് മതി. നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഒരു മെൻസ്ട്രൽ കപ്പും സ്റ്റെറിലൈസറുമാണ്. അപ്പം അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്ത് രണ്ടും ഒരുമിച്ച് കോംബോ ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ വാങ്ങുന്നതായിരിക്കും റേറ്റ് കുറവ്. നിങ്ങൾ രണ്ടും രണ്ടായിട്ട് വാങ്ങിയാൽ ചിലപ്പോൾ ഇതിന് കപ്പിന് തന്നെ 300 രൂപയായിരിക്കും, അതൊരു 250-300 ഒക്കെ ആയിരിക്കും കപ്പിന് തന്നെ. സ്റ്റെറിലൈസറിന് അതേ റേറ്റ് ആവും. അപ്പോൾ 500 എബവ് 500 ഇതിൻ്റെ റേറ്റ് ആയി പോകും. നിങ്ങൾ കോംബോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ബിലോ 500-ന് നിങ്ങൾക്ക് ഇത് രണ്ടും അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴും ഗേൾസിന് എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ട 2 കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്, സ്റ്റെറിലൈസർ. ഓക്കെ, അപ്പം ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുക എപ്പോഴും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് സ്മോൾ വാങ്ങി ട്രൈ ചെയ്യാം. പിന്നെ അതെല്ലാം മീഡിയം നിങ്ങളുടെ ബോഡിക്ക് ഓക്കെയാണ്, കയറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരില്ല, മീൻസ് അവിടെ സ്റ്റക്കായിരിക്കില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മീഡിയം വാങ്ങാം. ഹൈറ്റ് കുറവുള്ളവർ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുക സ്മോൾ മാത്രം മേടിക്കാനായിരിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ മീഡിയം അല്ലെങ്കിൽ ലാർജ്, അത് അവരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച്, അതെല്ലാം കുറച്ച് സൈസൊക്കെ ഉള്ളവരാണ്, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകുകയാണെന്നുള്ളവർക്ക് മീഡിയം യൂസ് ചെയ്യാം. എപ്പോഴും ഹൈറ്റ് കുറവുള്ളവർ, ചെറിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്മോൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ്, എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചലഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ടു ദം ആൻഡ് ലൈക്ക്, ഷെയർ. Don't forget to subscribe. Bye.